ഹായ് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും റാബിറ്റ് ഫാമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തില്ലേ, ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ പോയിട്ടും വരാമെന്ന് പറഞ്ഞല്ലേ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ, അവർ പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മുയൽ വളർത്തലിലൂടെ ഈ പെൺകുട്ടിക്ക് വന്ന വ്യത്യാസങ്ങൾ, അത് മുയൽ പ്രസവിച്ചു, അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവള് തീരെ ആരോടും മിണ്ടാട്ടമില്ല, റൂമിന് പുറത്തിറങ്ങില്ല, അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെയായിരുന്നു. അത് കുഞ്ഞുങ്ങൾ, അവളുടെ സ്വന്തം മക്കളെ അവൾക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഈ മകന് വേണ്ടിയിട്ട് വാങ്ങിച്ച മുയൽ അവളുടെ തന്നെ മാനസികാവസ്ഥയെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറയുന്നത്, ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനും അത് ഭയങ്കരമായിട്ടൊരു സന്തോഷവും അനുഭവിച്ചു എന്നുള്ളത്. ഞാൻ അങ്ങനെ എങ്ങും പോകാറില്ല. പക്ഷെ ആ വീട്ടിലെനിക്ക് പോകണമെന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ വലിയ ആൾക്കാരെ മാത്രം ഇത് ആക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ആ ഒരു സന്തോഷത്തിൽ നമ്മളൊന്ന് പങ്കുചേരുക അല്ലേ, അതൊക്കെ ഭയങ്കര ഒരു അർത്ഥമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമ്മളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിമറിക്കുന്ന ഒരു ജീവി തന്നെയാണ് മുയൽ. അതിന് ഒരു വ്യത്യാസവും ഇല്ല. അത് ആര് എന്നോട് തർക്കിക്കാൻ വന്നാലും ഞാൻ സമ്മതിച്ചതല്ല. കാരണം എൻ്റെ അനുഭവം അതാണ്. എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ എല്ലാവരോടോട്ട് പറയുകയാണ്, നമ്മൾ വളർത്താതിരിക്കുക, അത് വേറൊരു കാര്യം. പക്ഷേ ഇത് മാനസിക തലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഒരു മുയലെന്നുള്ള ഒരു ജീവി. തീർച്ചയായിട്ടും അത് വിദേശ രാജ്യങ്ങളിലൊക്കെ അത്രയും പോപ്പുലറായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് പോലും. നമ്മുടെ കേരളത്തിലും ചെയ്യുന്നുണ്ട്. പല ജില്ലകളിലും അതിന് വേണ്ടിയിട്ടുള്ള, അതായത് എന്താ പറയുക, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഇതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാമിംഗ് സ്റ്റൈൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തുനിന്ന് ഈ കഴിഞ്ഞ മുമ്പത്തെ മാസം ഒരു സൈക്കോളജിസ്റ്റാണ് വന്നിട്ട് ഒരു 20 മുയലിനെ വാങ്ങിച്ചുകൊണ്ട് പോയത് കോട്ടയത്ത്. അപ്പോൾ ഇതൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ആ വീഡിയോ, ഞാൻ മകൻ, ആ കുഞ്ഞ് കുട്ടി അതിനെ എടുക്കുന്നതും അത് ഞാനിപ്പോൾ ആ വീഡിയോ ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. നോക്കിയേ, അവൻ മുയലിനെ എടുക്കുന്നതും അടച്ചു വയ്ക്കുന്നതൊക്കെ നോക്കിയേ, ഉണ്ടോ. അവനതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് മുയലിന്. അവന് എന്താ പേര്, മുയലിന് പേരിട്ടിരിക്കുന്നത്? മിയ. ആ, മുയലിൻ്റെ പേരാണ് മിയാന്ന്. എങ്ങനെയുണ്ട് ഇപ്പോൾ പഠിക്കാനായിട്ടൊക്കെ? നിനക്ക് പഠിക്കുന്നൊക്കെ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തോറ്റ വിഷയത്തിനൊക്കെ ഇപ്രാവശ്യം എങ്ങനെയുണ്ട് മാർക്ക്? A+ കിട്ടി. ആ, ഗുഡ്. ഇനി നന്നായിട്ട് പഠിക്കണം കേട്ടോ. വികൃതിയൊക്കെ കുറഞ്ഞോ? ഞാൻ അമ്മേനോട് ചോദിക്കട്ടെ, വികൃതി കുറഞ്ഞോന്ന്? അമ്മ സത്യം പറയൂ കേട്ടോ. മുയലിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ആരാ പുല്ലൊക്കെ പറിച്ച് കൊടുക്കുന്നേ? ഉമ്മച്ചിനെ കൂടി ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഓക്കെ. ഉമ്മച്ചിനോട് ചോദിക്കട്ടെ കേട്ടോ. എനിക്ക് 2 ആമക്കളാണ്. മൂത്തത് അബ്ദുൽ ജലാൽ. നേത്രി വിട്ടപ്പോൾ തൊട്ടാണെങ്കിൽ ഇവന് ഒന്നും പഠിക്കൂല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കൂല, അശ്രദ്ധയായിരുന്നു, പറഞ്ഞ അനുസരണയില്ല. അപ്പം അങ്ങനെ എനിക്ക് അറിയാൻ പറ്റി മുയലിനെ വളർത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്നു. അങ്ങനെ മേഡത്തിനെ പരിചയപ്പെട്ടു. മേഡവും അതനുസരിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവനെ മുയലിനെ മേടിച്ചു കൊടുത്തു. ഇവനിഷ്ടം പോലെ മുയലും കുഞ്ഞുങ്ങളും ഉണ്ടായി. എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറാനും അവൻ പഠിച്ചു. സ്കൂളിൽ നല്ല മിടുക്കനായിട്ട് A+ മേടിച്ച് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. മറ്റൊരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ വിളിച്ചാൽ അവൻ നിന്ന് കരയുമായിരുന്നു. വഴക്ക് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒളിച്ചു പോകുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ സ്വഭാവം എല്ലാം മാറി മിടുക്കനായിട്ടുണ്ട്. ഇനിയും ഇതുകൊണ്ട് ഇവനെ മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നല്ല മിടുക്കനായിട്ട് വളരാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. 2 മക്കൾക്കും. ഇതാണ് അവൻ്റെ മക്കളൊക്കെ. ഇവന് ഏറ്റവും പെറ്റായിട്ടുള്ളതാണ് ഇത് കഴുത്തിൽ വരെയുള്ള കുഞ്ഞ്. കുടുംബത്തിൽ ഓരോ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും വരുമ്പോൾ എനിക്കും മനസ്സിന് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെയുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ഇതിനെ പരിപാലിക്കണം കണ്ടപ്പോൾ എനിക്കും നല്ലൊരു മാനസികമായ ഒരു ഉല്ലാസവും കിട്ടി. ജീവിതത്തിൽ മൊത്തം സന്തോഷവും നിലനിന്നു. ഇപ്പം എൻ്റെ കുടുംബത്തിലും നല്ലൊരു വെളിച്ചമായി. ഇതിനെയും കൊണ്ട് എന്തൊക്കെ വന്നാലും ഇവരെ കൈവിടാൻ നമുക്ക് തോന്നില്ല. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലിയിൽ ഒരു സാധാരണ ഒരു കുടുംബം. ഭയങ്കര ഒരു സാധാരണ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. ഈ ഇപ്പോൾ പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ
ഒരു ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുത്ത് വന്നത്. 2 മുയലിനെയും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ 2 മുയലിനെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ഞാൻ അന്ന് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യാം. ഈ 6 മാസം മുമ്പ് ഉണ്ടായത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് എൻ്റെ മോന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ്. കാരണം ഞാനും ഇത് പറയുന്നതാണ് കുട്ടികളോടായാലും പാരൻസിനോടായാലും ഞാൻ പറയും നിങ്ങൾ വരുമ്പോഴേക്കും അത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവരുടെ മൈൻഡ് ഒന്ന് തിരിച്ചു വിടണമെന്ന്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഈ കുട്ടി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. കാരണം ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ വന്നാക്കുക, ഇതെങ്ങനെയാണ് അവൾ പറഞ്ഞത് മാത്രം ഞാൻ വിശ്വസിച്ചാൽ പോരല്ലോ. അപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് ഞാൻ അടിമാലിയിൽ വന്നു, ഈ കുട്ടിയുടെ വീട്ടിൽ വന്നു, സംസാരിച്ച് ആ കുട്ടി അവൻ്റെ എന്താ പറയുക മാർക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവനാണെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നേരെ നോക്കില്ല, വന്നിട്ടുണ്ടെങ്കിൽ അവന് തല കുനിച്ച് നിന്നിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഭയങ്കര വ്യത്യാസങ്ങളാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഓൾ ഫാമിലി അവർ ഭയങ്കരമായിട്ടും സന്തോഷത്തിലാണ് ഇപ്പോൾ. എന്തായാലും എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടാവണമെന്ന് തോന്നി. കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വന്നതും ഇത് ഷെയർ ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് ഇതൊരു സാക്ഷ്യമാണ് ശരിക്കും. അവരനുഭവിക്കുന്ന 2 മുയലിനെ വളർത്തിയതിൽ നിന്ന് അവരനുഭവിക്കുന്ന സന്തോഷം, ആ കുഞ്ഞിന് വന്ന മാറ്റം, പ്ലസ് അവൻ്റെ അമ്മയ്ക്ക് വന്ന മാറ്റം, പിന്നെ അമ്മയുടെ അമ്മ അതായത് ഗ്രാൻഡ്മായ്ക്ക് വന്ന മാറ്റം, അതൊക്കെ ഞാൻ നേരിൽ കണ്ടതാണത്. വളരെയധികം ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയേറെ എന്താ പറയുന്നത് പോലും എനിക്കറിയില്ല. അത്രയും എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും ഏത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ബിസിനസ്സായിട്ടോ അല്ലെ ഫാമായിട്ടോ ഒന്നും വേണ്ട, 2 മുയലിനെ വാങ്ങിച്ചിട്ട് അത് എവിടെ നിന്നായിക്കോട്ടെ വാങ്ങിച്ചിട്ടൊന്ന് വളർത്തി നോക്കിയേ, അതിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയേ, അതിനെ എടുത്തൊന്ന് നമ്മളോടൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇപ്പം പോലെയൊക്കെയുള്ള സന്തോഷമല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവരെ കൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് 2 മുയലൊന്ന് വാങ്ങിച്ചിട്ട് വളർത്തുക. പിന്നെ വ്യൂവേഴ്സ് ഞാൻ പിന്നെയും പറയുകയാണ് കേട്ടോ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ എന്നെ വിളിക്കും. അതിൻ്റെ സംശയവും അത് ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനുള്ള മറുപടികൾ അതിനകത്തുണ്ടാവും. ഒരു 31 വീഡിയോ നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ളൊരു കാര്യം ഞാൻ ഇനി പറഞ്ഞുതരാം, എന്തിനെക്കുറിച്ച് ഏത് വീഡിയോ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇനി ഇതിനേലും നല്ല ഒരു കാര്യമായിട്ട് ഞാൻ കടന്നു വരും. ഇതിനേലും നല്ലതൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുമായിട്ട് ഇനി വരാം. നമുക്ക് രോഗങ്ങളെക്കുറിച്ചെല്ലാം പറയാനുണ്ട് കേട്ടോ, അതെല്ലാം ഒന്ന് പെൻഡിങ്ങിൽ നിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു.